ഹായ്, ഇന്ന് നമ്മൾ യൂറോപ്പ് ട്രിപ്പ് പാർട്ട് 9 ആണ് കണ്ടിന്യൂ ചെയ്യാൻ പോണേ. ഓൾറെഡി നമ്മൾ പാർട്ട് 8 കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഗ്യാപ്പ് വരാൻ കാരണം എന്താ വെച്ചാൽ ആക്ച്വലി ഇടയിൽ ഒരു ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാരണമാണ് ഈ ഒരു ഗ്യാപ്പ് വന്ന പാർട്ട് 9. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോണേന്ന് പറഞ്ഞാൽ നമ്മുടെ പാരീസിലുള്ള ട്രിപ്പ് തന്നെയാണ്. നമ്മൾ ലോക്കൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എന്താണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിനി സിറ്റി ടൂറാണ് നടത്താൻ പോണേ. വാക്കിംഗ് ടൂറാണ് നമ്മൾ പാരീസിൽ നടത്താൻ പോണേ. നല്ല ക്ലൈമറ്റാണ്. നമ്മൾ ഐഫിൽ ടവർ കാണാൻ പോയ സമയത്ത് മഴയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മഴയും കൂടെ ആയപ്പോൾ ഭയങ്കര തണുപ്പാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു മഴ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്, അതുപോലെ തന്നെ വെയിലില്ല. ഉച്ചയാണ് സമയം, പക്ഷെ വെയിലില്ല. നല്ലൊരു ക്ലൈമറ്റാണ്. ഓക്കെ, ഇത് നമ്മൾ ഒരു ഗൈഡിനെയും കൂടി വെയിറ്റ് ചെയ്യാണ്. ഈ പാരീസ് ടൂറിൻ്റെ ഒരു ഗൈഡിനെ വെയിറ്റ് ചെയ്യാണ്. ആക്ച്വലി തമിഴ്നാട്ടിൽ നിന്നുള്ള ഗൈഡാണ് ഈ പാരീസ് ടൂറ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇരിക്കണേന്ന് പറഞ്ഞാൽ ടുളറിൻസ് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ അടുത്തൊരു മ്യൂസിയം ഉണ്ട്, നമ്മൾ കാണാൻ പോകണം. ഇനി നമ്മൾ ലൗറെ മ്യൂസിയമാണ്, അതിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ നടക്കണേ. നമ്മൾ ടുളറിൻസ് ഗാർഡനിലൂടെ നടന്ന് കാണുന്നത് ലൗറെ മ്യൂസിയമാണ്. അത് മുമ്പ് ആക്ച്വലി പാലസ് ആയിരുന്നു. ആ പാലസ് മാറ്റിയിട്ടാണ് മ്യൂസിയം ആക്കിയത്. പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് കോർട്ട്യാർഡിലെത്തുമ്പോൾ നമുക്കൊരു ലൗറെ പിരമിഡും അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ക്വയർ പോലെയാണ്. ഭയങ്കര സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ശരിക്ക് ഭയങ്കര ഒരു നല്ല കാഴ്ചയാണ്. ഇനി ലൗറെ മ്യൂസിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലല്ല, വേൾഡിലെ തന്നെ ഒരു ഫേമസ് മ്യൂസിയമാണ്. അതിലത്തെ ആർട്ട് വർക്കിൽ ഒന്ന് പെടുന്നതാണ് നമ്മുടെ ഫേമസ് മോണാലിസ ഒക്കെ. സോ അത്ര ഫേമസ് മ്യൂസിയമാണത്. ഓക്കെ, ലേസിന് കിട്ടിയേക്കുമോ? ഭയങ്കര ഭംഗി. എല്ലാ സൈഡും നോക്കുമ്പോൾ ഭംഗി. ആ ബിൽഡിംഗ് ഒക്കെ ഇട്ടില്ല. ഡാഡിയ തൊപ്പി മാറ്റിക്കോ. എന്നാ ശരി. ഈ ബാക്കിൽ കാണുന്നതാണ് ലൗറെ പിരമിഡ്. അത് ആക്ച്വലി ഗ്ലാസും മെറ്റലും വെച്ചിട്ടുള്ള സ്ട്രക്ചറാണ്. അത് നമുക്ക് ആക്ച്വലി മ്യൂസിയത്തിലേക്കുള്ളൊരു എൻട്രിയും കൂടിയാണ്. ആക്ച്വലി രാത്രി ഇത് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒന്നുകൂടി നടന്നോ? Walk. ചേട്ടാ ഒരു ഹൈ.
ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഓരോ പ്ലേസിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഇന്നത് മിസ്സാവും എന്നുള്ള തലത്തിൽ ഓരോ സ്ഥലത്തും അത്ര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ഓക്കെ ഈ ഭാഗം മിസ് ചെയ്യാൻ തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി 360 ഡിഗ്രി ഓരോ പ്ലേസിലും വീഡിയോ എടുത്ത് വെച്ചാണ്. അല്ലെങ്കിൽ ആക്ച്വലി മിസ്സാവും, അത്ര ബ്യൂട്ടിഫുള്ളാണ് സ്ഥലം. ഇനി നമ്മൾ ഈ എന്നിട്ടാണ് പാലസ് അല്ലെങ്കിൽ കോർട്ട്യാർഡിൻ്റെ ഒക്കെ ഒരു ഗേറ്റ് പോലെ ഉള്ള സ്ട്രക്ചറിൻ്റെ അവിടേക്ക് പോവാണ്. ഇവിടുന്ന് നമ്മൾ ഈ സ്ക്വയറിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാം ആ ഗേറ്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ആക്ച്വലി ഇതുപോലത്തെ സ്ട്രക്ചർ ഇവിടെ ഫുള്ള് ഇതുപോലത്തെ സ്ട്രക്ചറാണ്. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ബൈ.